അല്ല, അതിലൊന്നും പ്രശ്നം ഉണ്ടാവില്ല. നമ്മളിപ്പോൾ ഒരു എഗ്രിമെൻ്റ് വരുമ്പോൾ ഇപ്പോൾ ഉള്ളവരെല്ലാം തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ മാത്രമല്ല അവർ കുറേ കൂടി സൗകര്യങ്ങൾ ഉണ്ടാക്കാനാണല്ലോ ശ്രമിക്കുക. നമ്മളെല്ലാവരും കാണേണ്ടത് ഇപ്പോൾ ഈ ചർച്ചകളിലൊക്കെ എല്ലാവർക്കും ബാധിക്കുന്നത് എങ്ങനെ ചെയ്തുകൂടെ, കേസ് കൊടുത്തുകൂടെ, ഇങ്ങനെ കൊടുത്തില്ലെന്ന് പറയാം. നമ്മൾ മാവൂർ ഗോളിയർ റിവേഴ്സിൻ്റെ സ്ഥലം ഏറ്റെടുത്തതായിട്ട് കടലാസുണ്ടോ വെച്ചിട്ട് കോടതി നിൽക്കുകയാണ്, സ്റ്റേ ചെയ്തൊക്കെ നമുക്ക് അനങ്ങാൻ പറ്റിയിട്ടില്ല. ഇവിടെ തന്നെ HMTയോട് ചേർന്ന് സൂം ഡെവലപ്പേഴ്സ് 40 ഏക്കർ കൊടുത്തത്, അത് ഇൻഡോറിലെ കോടതിയിലെ കേസ് നമ്മൾ തിരിച്ചെടുത്തതിനെതിരായിട്ട്. അപ്പം ഞാൻ വന്നതിന് ശേഷം അഡ്വക്കേറ്റ് ജനറൽ തന്നെ നമ്മളെ പറഞ്ഞതനുസരിച്ച് 3-4 തവണ അവിടെ പോയി നേരിട്ട് ഹാജരായി. എന്നിട്ട് നമുക്കതിലേക്ക് തീരുമാനമെത്താൻ പറ്റിയിട്ടില്ല. അപ്പം അതുകൊണ്ടാണ് ഒരു കൺസെൻസസ് ഉണ്ടാക്കി നമുക്ക് പോകാൻ കഴിയും. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ നാടിൻ്റെ താല്പര്യം സംരക്ഷിച്ചിട്ട് തന്നെയായിരിക്കും. അതിലിപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ ഈ നഷ്ടപരിഹാരം എന്ന വാക്കി പിടിച്ച് അതൊരു കൺവെൻഷൻ ടേം അല്ലത്. നമ്മളൊരു വാല്യൂ അവർക്ക് കൊടുക്കേണ്ടി വരും, അവരുടെ ഈ ഇക്വിറ്റിക്ക് ഇതിനായി ബന്ധപ്പെട്ടുകൊണ്ട്. പിന്നെ നമ്മൾ വല്ലതും മുടക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു കിട്ടേണ്ടതുണ്ട്. അത് വെച്ചിട്ട് അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും ചർച്ചകൾ നടക്കുക. ഒരു എഗ്രിമെൻ്റ് ആണെങ്കിൽ പിന്നെ നമുക്ക് അപ്പം തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. അതല്ല, ഒരു ഇതാണെങ്കിൽ ആർബിട്രേഷൻ ക്ലോസ് ഉണ്ട്. നമ്മുടെ ഒരാളുണ്ടാവും, അവരുടെ ഒരാളുണ്ടാവും, ഒരു ഇൻഡിപെൻഡൻറ്റ് ആർബിട്രേഷൻ ഉണ്ടാവും. അത് കുറേ കാലം എടുക്കും. അത് കഴിഞ്ഞ് പിന്നെ ഫസ്റ്റ് അപ്പീൽ പോകും. അപ്പോൾ അതിനകത്തല്ലാണ്ട് നമ്മൾ രേഖകൾ നോക്കി നമ്മൾ കംപ്ലീറ്റ് ടെക്നിക്കൽ ലീഗൽ ടൈമിലേക്കാണ് പോകണമെങ്കിൽ അത് പിന്നെ കോടതിയാണ് തീരുമാനിക്കുക. ഇപ്പോൾ നിങ്ങൾ പറയുന്നത് ഇങ്ങനെയാണ്, നമ്മളിങ്ങനെ പറയുന്നു, അവരങ്ങനെ പറയുന്നു, പിന്നെ തീരുമാനം കോടതിയില്ല. ഒരു കോടതി നിൽക്കില്ല, മുകളിലേക്ക് അങ്ങ് പോകും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇത് ഈ മാധ്യമങ്ങൾ ഇപ്പോൾ കണ്ടു കേട്ടാം. അങ്ങനെ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു സ്ഥാപനത്തിൽ ഇപ്പോൾ 84% ഓഹരി ഉണ്ട്. അല്ല, നഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഓഡിറ്റ് അതിൽ തന്നെ ഉണ്ടല്ലോ. എന്നുവെച്ചാൽ കണ്ടു കെട്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളൊരു കമ്പനി തുടങ്ങി, 2 പേരും കൂടി, നിങ്ങളും നമ്മളും കൂടി തുടങ്ങി. എനിക്ക് 84, നിങ്ങൾക്ക് 16. ഇന്ന കാര്യം ഞാൻ ചെയ്യണമെന്നുണ്ട്, ഞാൻ ചെയ്തില്ല. അപ്പോൾ എൻ്റെ സ്വത്ത് മുഴുവൻ നിങ്ങൾക്ക് കണ്ടു കെട്ടാൻ പറ്റുമോ? കമ്പനി നിയമമൊന്നും പഠിക്കണ്ട, പറ്റുമോ? അല്ല, എൻ്റെ ഇതിനകത്തുള്ള ഈ കമ്പനിയിലുള്ള എൻ്റെ മുഴുവൻ ആസ്തി നിങ്ങൾക്ക് അതിനകത്ത് റിക്കവർ ചെയ്യാൻ പറ്റുമോ? നമ്മുടെ നഷ്ടത്തിനുള്ളത് എന്താണെന്ന് നോക്കുക, അതൊക്കെ ഇതിനകത്ത് നോക്കാം. അപ്പോൾ അവർക്കും പറയാനുള്ള അവർ പറയും, അത് നമ്മളും പറയും. പക്ഷേ ഈ കണ്ടു കെട്ടിക്കൂടെ എന്നൊക്കെ ചോദിക്കുന്നത്, നമ്മൾ അതിൽ മുടക്കിയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ നിന്ന് എടുക്കാമെന്നാണ് ഈ മൂന്നാമത്തെ. അപ്പോൾ അതാണ് അതിൻ്റെ ഭാഗത്തുള്ളത്. അപ്പോൾ നമുക്ക് നാടിൻ്റെ താല്പര്യം സംരക്ഷിച്ച് ഈ സ്ഥലം എങ്ങനെ വിനിയോഗിക്കാൻ കഴിയും, അതിൽ ഈ പറഞ്ഞ പോലെ ഇത്ര അവർ ഇക്വിറ്റി ഉണ്ട്, അവരുടെ അതിൽ തന്നെ നമ്മൾ പ്രത്യേക സേഫ് ക്ലോസ് ഉണ്ട്. ആ ലാൻഡ് വാല്യൂ അങ്ങനെ തന്നെ നിൽക്കുള്ളൂ. ഇപ്പോൾ ഇവിടെ എന്താ ലാൻഡ് വാല്യൂ, അത് നമ്മൾ കൺസിഡർ ചെയ്യാൻ പാടില്ല, പഴയ വാല്യൂ ആണ്. അപ്പോൾ അത് വെച്ച് നോക്കി ഒരു എമൗണ്ടിലേക്കാണല്ലോ. അപ്പോൾ അതിനകത്ത് നിന്നിട്ട് നമ്മളൊരു എഗ്രിമെൻറ്റിലേക്ക് അവരെത്താൻ കഴിഞ്ഞാൽ നമുക്ക് അതോടുകൂടി പിറ്റേ ദിവസം തൊട്ട് ഇവിടെ ആക്ടിവിറ്റി തുടങ്ങാൻ പറ്റും. അതാണ് നമ്മൾ നോക്കി. ഇത്രയും ഡിമാൻഡ് ഉണ്ട്. അപ്പോൾ നമ്മൾ സങ്കീർണതകൾ പറഞ്ഞിങ്ങനെ തട്ടി പോകാതെ പൊതുവെ നമുക്ക് നഷ്ടമൊന്നും ഉണ്ടാകാതെ ഇത് ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ പറയും, 1 മാസത്തിനുള്ളിൽ ഈ ലോകോത്തര കമ്പനിയല്ലേ അവർ 2ാമത്തെ ഓഫീസ് തുറക്കുകയല്ലേ. അപ്പോൾ അതിനനുസരിച്ച് ഇനിയും വരും. അപ്പോൾ നമുക്കത് ഉപയോഗിക്കാൻ കഴിയണം. നമ്മുടെ ചെറുപ്പക്കാർക്ക് ഇവിടെ തന്നെ ജോലി കിട്ടണം. അതാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. അവർ പുറത്തേക്ക് പോകേണ്ടതില്ല. നമുക്ക് പറ്റുന്ന ജോലികൾ, ഇങ്ങനെയുള്ള ജോലികളിലായിരിക്കും നമ്മുടെ ആളുകൾ നിൽക്കുക. അപ്പോൾ അവരെവിടെ തന്നെ നിർത്തുക. എനിക്ക് തോന്നുന്നു മാധ്യമങ്ങളും നല്ല രീതിയിൽ ഇത്തരം കാര്യങ്ങൾ, ഇപ്പോൾ ഒരു ദിവസം വരുന്ന ഈ കമ്പനികൾ ഏതൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഇന്നലെ നമ്മുടെ അമേരിക്കൻ സൊസൈറ്റിയെ നമ്മൾ അംഗീകരിച്ചല്ലോ, ആദ്യമായിട്ടാണ് ഒരു അംഗീകാരം കിട്ടുന്നത്. അതൊക്കെ നമ്മുടെ ഒരു ജോയിൻ്റ് എഫർട്ടാണ്. they have experience in different states. You can ask them what is the approach of the government to attract more companies to the state of Kerala compared to other states. Somebody told me they could have come here earlier in the meeting. That is their approach. Okay.